നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മണിയാശാന് നാക്കിനെല്ലില്ലെന്ന് പറയേണ്ടതില്ലല്ലോ. ആളുകളെ കളിയാക്കാനും വേണ്ടി വന്നാൽ രണ്ടെണ്ണം പറയാനും CPM നേതാവ് MM മണിക്ക് ഒരു മടിയുമില്ല. ഇത്തവണ മണിയാശാന്റെ നാക്കിന് ഇരയായത് ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും കോൺഗ്രസ് മുൻ MP PJ കുര്യനുമാണ്. ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലാണെന്നും MM മണി ആക്ഷേപിച്ചു. നെടുങ്കണ്ടം തൂക്കുപാലത്ത് അനീഷ് രാജൻ അനുസ്മരണ സമ്മേളനത്തിലായിരുന്നു മണിയുടെ അധിക്ഷേപ പ്രസംഗം. ബ്യൂട്ടി പാർലറിൽ കയറി പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നടപ്പാണ്. വീണ്ടും ഓലത്താമെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ലെന്ന് MM മണി പറഞ്ഞു. ഡീന് മുമ്പുണ്ടായിരുന്ന PJ കുര്യൻ പെണ്ണുപിടിയനാണ്. വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി. ആകെ സ്വദേശിയായത് ഇപ്പോൾ ജോയ്സ് ജോർജ് മാത്രമാണെന്നും MM മണി പറഞ്ഞു. കേരളത്തിന് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ടോ? പാർലമെന്റിൽ ശബ്ദിച്ചിട്ടുണ്ടോ? പ്രസംഗിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുക പൗഡറും പൂശി. ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്തമാനം പറയാത്ത ഷണ്ടൻ. എന്നിട്ടും അടങ്ങിയില്ല മണിയാശാന്റെ കലി. അടുത്ത ഡയലോഗ് ഇങ്ങനെയാണ്: ഷണ്ടന്മാരെ ഏൽപ്പിച്ചോ. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊക്കെ അനുഭവിച്ചോ. പിന്നെയും വന്നിരിക്കുക ഞാനിപ്പം ഒലത്താം എന്ന് പറഞ്ഞ്. നന്നായി ഒലത്തും, ഇപ്പൊ നന്നാക്കും. നീതിബോധവരുള്ളവരാണെങ്കിൽ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല. അതിനു മുൻപുണ്ടായിരുന്ന PJ കുര്യൻ വേറെ പണിയായിരുന്നു, പെണ്ണുപിടി. എന്തെല്ലാം കേസാണ് ഉണ്ടായത്, നമ്മൾ മറന്നോ എന്നിങ്ങനെയാണ് MM മണി ചോദിച്ചത്. അതുപോലെ ഇക്കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചിൽ സംസാരിക്കവേ ഗവർണർക്കെതിരെ MM മണി ആഞ്ഞടിച്ചിരുന്നത്. ഗവർണർ പ്രശ്നം തീർക്കുന്നതാണ് നല്ലത്. ഗവർണറുടെ പിതൃസ്വത്ത് വല്ലതും ഞങ്ങൾ അപഹരിച്ചോ? കാർന്നോരുണ്ടാക്കിയ സ്വത്തൊന്നും എഴുതി തരണ്ട. ആവശ്യമില്ലാത്ത കുരിശൊന്നും ഞങ്ങളെ കൊണ്ട് പിടിപ്പിക്കരുത്. ജനം എന്ത് ദ്രോഹം ചെയ്തിട്ടാ ഇത്? അണ്ണാക്കിൽ പിണ്ണാക്ക് പൊടിക്കരുത്. ഒപ്പിട്ടില്ലെങ്കിൽ തേൻ വെച്ച് രാജ്ഭവൻ വളയും എന്നും MM മണി അന്ന് പറഞ്ഞിരുന്നു. ഗവർണർ വെറുതെ വള്ളിക്കെട്ട് പിടിക്കരുതെന്നും പോലീസിന് സംരക്ഷണം കൊടുത്തില്ലേ മതിയാകൂ എന്നും MM മണി അന്ന് ആഞ്ഞടിച്ചു. എന്തായാലും അണ്ണാക്കിൽ പിണ്ണാക്ക് എന്നൊക്കെ ഇത്രയും പ്രാസമൊപ്പിച്ച് വർണ്ണിക്കാൻ മണിയാശാനെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. മുൻപൊരിക്കൽ നിയമസഭയിൽ KK രമയ്ക്കെതിരെ നടത്തിയ വിധവയായത് അവരുടെ വിധി എന്ന പരാമർശമൊക്കെ എല്ലാവരുടെയും എതിർപ്പ് പിടിച്ചു പറ്റിയിരുന്നു. അതുപോലെ തന്നെ 2022 പെമ്പിളെ ഒരുമേ സമരത്തിലുള്ള മണിയുടെ വിവാദ പ്രസംഗം സുപ്രീം കോടതി വരെ കയറിയതാണ്. പൊമ്പിളെ ഒരുമേ നടന്നു, അന്നും കുടിയും സകല വൃത്തികേടും നടന്നിട്ടുണ്ടവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയെന്ന്. ഒരു DYSP ഉണ്ടായിരുന്നെന്ന്. എന്നാ സജിയോ? ആ എല്ലാരും കൂടി. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞു ഇവിടെ. ചാനലുകാരും കൂടി പൊറുതിയായിരുന്നു പറഞ്ഞിട്ടുണ്ടെന്ന്. പലതും കേൾക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല എന്നാണ് മണി പ്രസംഗിച്ചത്. ആദ്യകാലങ്ങളിലൊക്കെ MM മണിയുടെ വിടുവായത്തരങ്ങൾ നാടൻ ഭാഷ എന്ന രീതിയിൽ ലഘൂകരിക്കാനാണ് CPM ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ആക്ഷേപഹാസ്യമൊക്കെ ആവാം, അതിനൊരു നിലവാരമുണ്ടല്ലോ.